നമസ്കാരം സർ. നമസ്കാരം. സർ, ഈ ലൈംഗിക അതിക്രമങ്ങളുടെ വാർത്തകൾ ഇപ്പൊ വന്നത് ഹംപിയിൽ ഒരു ടൂറിസ്റ്റ്, ഒപ്പം തന്നെ അവിടുത്തെ ഹോം സ്റ്റേ ഓണർ ആക്രമിക്കപ്പെട്ടു, ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാർ വധിക്കപ്പെട്ടു എന്നൊക്കെയാണ്. ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. ഇതിനൊരു പ്രതിവിധി എന്താണ്? ഇത് തടയാൻ എന്താണ് ഇതിനൊരു മാർഗം? വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഇപ്പോ ഹംപിയിൽ ഉണ്ടായിരിക്കുന്നത്. അത് വളരെ വിശദമായി പഠിക്കേണ്ട ഒരു സംഭവമാണ്. ഞാൻ പണ്ട് തുടങ്ങി പല അവസരങ്ങളിലും പല സ്ഥലത്തും പറഞ്ഞിരുന്ന പല കാര്യങ്ങൾക്കും പ്രസക്തമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഹംപിയിൽ എന്താണ് സംഭവിച്ചത്, അവിടെ ഈ ഹംപി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ് കർണാടകത്തില്. അവിടെ അയ്യാഗുണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലേജ് ഉണ്ട്. അവിടെ തുംഗഭദ്ര കനാൽ അതുവഴിയാണ് പോണത്. അപ്പൊ അതിന്റെ കനാലിന്റെ കരയിലിരുന്ന് അവരെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ ഹംപിയിൽ ഒരു പ്രത്യേകത, പൊതുവെ ഒരു ക്ലിയർ സ്കൈ ആണ്. അപ്പൊ ഈ രാത്രി നക്ഷത്രങ്ങളെ നോക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്, മേഘങ്ങളില്ലെങ്കിൽ. അപ്പം അതിനു വേണ്ടി വന്ന് ഒരു ഇസ്രായേൽ വിനോദസഞ്ചാരി, അവരുടെ കൂടെ പോയ ഹോം സ്റ്റേയുടെ ഓണർ, ഒരു അമേരിക്കക്കാരൻ, മറ്റു 2 ഇന്ത്യക്കാരും, അങ്ങനെ 5 പേര് അടങ്ങുന്ന ഒരു സഭ. ഇതിനെല്ലാം ഞാൻ ഈ പറയുന്ന ഓരോന്നിനും പ്രസക്തിയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ അങ്ങനെ പോയിരുന്ന സ്ഥലത്ത് അവരാണ് ആ 2 സ്ത്രീകളും ഇവരെ തള്ളി കനാലിലിടുകയും അതിനകത്ത് ഒരാൾ മരിക്കുകയും ചെയ്തു. ആ 2 സ്ത്രീകളെ സെക്ഷുവലായിട്ട് അല്ലെങ്കിൽ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. എന്താ എക്സാക്ട്ലി സംഭവിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ ഇനിയേ അറിയത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് പിന്നെ ഒരു നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ലൈംഗിക അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇത് ലോകത്ത് മുഴുവനുണ്ട്. ഞാനിത് പറയാൻ കരുതുന്നത്, 2022 31,516 ബലാത്സംഗ കേസുകൾ ഇന്ത്യയിൽ മൊത്തമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2022 31,516. എത്ര പേര് ഇതിനെപ്പറ്റി അവെയറാണ് എന്ന് എനിക്ക്, അതിന്റെ അർത്ഥം എന്താ? ഇനി ഇന്ത്യയിലെ എല്ലാ ബലാത്സംഗ കേസുകളും റിപ്പോർട്ട് ചെയ്യുമോ? പലരും അത് പതുക്കി വയ്ക്കും. 10-ൽ 1 മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കൂ. കാരണം നമ്മുടെ ഇവിടെ വെളിയിലാണെങ്കിൽ അങ്ങനല്ല. വെളിയിൽ ഒരാളെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് പ്രതികരിക്കും. നമ്മുടെ ഇവിടെ ആളുകൾക്ക് ഒരു സ്റ്റിഗ്മയുണ്ട്, സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്. നമ്മൾ ബലാത്സംഗത്തിനെതിരായി എന്ന് പുറത്ത് പറയാൻ പറ്റില്ല. നീ വെളി മിണ്ടണ്ടെന്നായിരിക്കും വീട്ടുകാർ പറയണം. വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ വെളി മിണ്ടണ്ട എന്നായിരിക്കും പറയുക. അപ്പൊ 10-ൽ 1 പോലും കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് വലിയ വലിയ സംശയമാണ്. അപ്പൊ അത് ഈ 2022 നടന്നിരിക്കുന്ന കേസുകൾ കഴിഞ്ഞ വർഷത്തെ അനുസരിച്ച് 20% കൂടുതലാണ്. ഇതൊരു വലിയ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. അപ്പൊ നമ്മുടെ ഇവിടെ പ്രതിരോധ നടപടികൾ സർക്കാർ എടുക്കേണ്ട ഇപ്പൊ സർക്കാർ, എനിക്ക് തോന്നുന്നു മോദി സർക്കാരാണ് വധശിക്ഷ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെ? അതായത് റേപ്പ് കേസിന് വധശിക്ഷ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ടും വലുതായിട്ടൊന്നും സംഭവിക്കില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഈ നിയമങ്ങളൊക്കെ ആർക്കാണ് ബാധകം? നിയമങ്ങളൊക്കെ നല്ല മനുഷ്യർക്കാണ്. ഞാൻ അതിലേക്ക് പിന്നെ വരാം. അപ്പോ നമ്മുടെ കർണാടക പോലീസ് വളരെ സ്വിഫ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തു. 2 പ്രതികളെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ അവരെ പിടിക്കുമായിരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ചില ബേസിക് കാര്യങ്ങൾ, റേപ്പ് കേസുകളിലൊക്കെ എത്രയും പെട്ടെന്ന് അവരെ കുറ്റവാളികൾക്കെതിരെയുള്ള വിചാരണ ആക്രമിക്കണം. വർഷങ്ങൾ കഴിയാതെ എത്രയും പെട്ടെന്ന്. അതൊക്കെ മിക്കവാറും ഇപ്പൊ എല്ലാ സർക്കാരുകളും, നമ്മുടെ കേരളത്തിൽ പോലും അത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആ റേപ്പ് കേസുകളുടെ വിചാരണ വരുന്നത്. ചൂടാറുന്നതിന് മുമ്പേ അത് വരും. അപ്പൊ അതൊക്കെ വളരെ കറക്റ്റ് ആണ്. അതൊക്കെ പക്ഷെ ഇതിനകത്ത് ഈ നടന്ന സംഭവത്തിനകത്തൊരു 2 ഫോറിനേഴ്സും കൂടെ അതിനകത്തുണ്ട്. ഒരു ഇസ്രായേലി ആണ്, പെൺകുട്ടി. അവർക്ക് എനിക്കൊന്ന് 23-24 വയസ്സേ ഉള്ളൂ. ഒരു അമേരിക്കക്കാരനുണ്ട്. മരിച്ചത് ഇന്ത്യക്കാരനാണ്. ഇതിനകത്ത് 2 ഫോറിൻ ടൂറിസ്റ്റുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഇത് നമ്മുടെ അന്താരാഷ്ട്ര രംഗത്ത് നമുക്കുണ്ടാക്കാവുന്ന ആഭ്യന്തരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഇത് ടൂറിസത്തിനെ വലുതായി ബാധിക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. മാത്രമല്ല, ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷയെ പറ്റിയുള്ള ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു വലിയ ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കഴിഞ്ഞ ബജറ്റിൽ ടൂറിസം ഒരു മേജർ സെക്ടറാണ്. നമ്മുടെ വരുമാനത്തിന്റെ ഒരു മേജർ സെക്ടറായിട്ട് ഗവൺമെന്റ് പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരുന്ന സംഭവമാണ് ടൂറിസം. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഒരു വലിയ ഈവന്റ് നടന്നു, കുംഭമേള. ലോകം മുഴുവൻ ഉറ്റുനോക്കി. അതിന്റെ തൊട്ട് പുറകിലാണ് ഈ വാർത്ത വരുന്നത്. അപ്പോ ഇമ്മീഡിയറ്റ്ലി ഓൾറെഡി ഞാനിന്ന് രാവിലെ നമ്മുടെ പ്രൊഡ്യൂസർക്ക് അയച്ചു കൊടുത്തൊരു സംഭവമുണ്ട്. ഇതിന്റെ സൺ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ടാബ്ലോയിഡില്
കാണിക്കാൻ പറ്റുമെങ്കിൽ അത് കാണിക്കാം. ടാബ്ലോയിഡിൽ വലിയ വാർത്ത വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മള് ഇത് ലോകം ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞ ഞാൻ ഇന്ന് നോക്കിയപ്പം പല ഫോറിൻ പേപ്പറുകളിൽ ഇതിനെപ്പറ്റി വാർത്ത വന്നിട്ടുണ്ട്. ഒരു അമേരിക്കക്കാരനുണ്ട്, ഒരു ഇസ്രായേലിയുണ്ട്. ഇതിനകത്തൊരു പ്രസക്തിയുണ്ട്. 2012 ഡൽഹി നിർഭയ കേസ്, അതിനുശേഷം വനിതകൾ ഇന്ത്യയിൽ വരുന്നത് തൊട്ടടുത്ത വർഷം 35% കുറഞ്ഞത്. ആ ഒരു സംഭവത്തിന് ശേഷം വ്യക്തമായ കണക്കുകളുണ്ട്. അപ്പൊ ഇതൊരു വലിയ ഇമ്പാക്റ്റ് ആണ്. സ്ത്രീകളുടെ സുരക്ഷ ഇന്ത്യയിൽ ശരിയല്ല എന്ന് ലോകം മുഴുവൻ അറിഞ്ഞാൽ നമ്മുടെ ടൂറിസം തകരും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. സ്ത്രീകൾ വരത്തില്ല. ഒന്നുകിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ. അപ്പൊ സ്ത്രീകൾ വരാതിരുന്ന പല പുരുഷന്മാരും വരത്തില്ല. മനസ്സിലായില്ല? അപ്പൊ അതിന്റെ അർത്ഥം ഇതൊരു വലിയ, നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു ചെറിയ സംഭവമല്ല. രണ്ട്, ഈ രാജ്യങ്ങൾ തന്നെ ഈ യാത്രാ ഉപദേശങ്ങൾ നൽകാറുണ്ട്. അതായത് നമ്മളിപ്പം ഇതിനെ അപ്ലൈ ചെയ്യുമ്പം ഈ രാജ്യത്ത് പോകുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞ് വ്യക്തമായി പല നല്ല രാജ്യങ്ങളും ചെയ്യാറുണ്ട്. നമ്മുടെ തന്നെ രാജ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചില വാറം അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറയാറില്ലേ, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വരണം, അവിടെ പോകാൻ പാടില്ല, അവിടുത്തെ സേഫ് അല്ലെന്ന്. ഇതേപോലെ യാത്രാ നിർദ്ദേശങ്ങള് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവർ പറയും അത് നമുക്ക് ദോഷമായിട്ട് വരും. വിദേശ ബന്ധങ്ങൾ, ഇപ്പൊ അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടൊക്കെ നമുക്ക് വളരെ നല്ല ബന്ധം. അവരുടെ ഒരു പൗരൻ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറയും. മാത്രമല്ല അവർ പറയും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പൊ ഇതിനകത്ത് കാര്യങ്ങൾ അവർ തീരുമാനിക്കും, ബന്ധങ്ങൾ മോശമാവും. നമ്മുടെ ആളുകളും അവിടെ പോകാനുള്ളതാണല്ലോ. അപ്പൊ അത് വളരെ പ്രധാനമാണ്. അപ്പൊ സാമ്പത്തിക പ്രത്യാഘാതം തന്നെ വളരെ വലുതാണ്. എല്ലാവരും വിചാരിക്കും എന്ത് സാമ്പത്തിക പ്രത്യാഘാതം? നമ്മുടെ GDP എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, ഒരു രാജ്യത്തിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യയുടെ GDP-യുടെ 7% വരുന്നത് ടൂറിസത്തിൽ നിന്നാണെന്ന് എത്ര പേർക്കറിയാം? നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് 2.5% ഉള്ളൂ GDP-യുടെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക അതിന്റെ ഒരു റെലവൻസ് എന്താണെന്ന്. ഇന്ത്യയുടെ GDP-യുടെ ഒരു 2.5 or 3% പ്രോബ്ലി ഉണ്ടാവുള്ളൂ ഡിഫൻസ് ബഡ്ജറ്റ്. നമ്മുടെ GDP-യുടെ വരുന്നത് 7% ടൂറിസത്തിൽ നിന്നാണ് കണക്ക്. അപ്പൊ അതിന്റെ ഒരു റെലവൻസ്, ടൂറിസം മോശമായുള്ള അപകടം, എന്തുകൊണ്ടാണ് ഇന്ത്യ ടൂറിസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള സ്വീകരിക്കേണ്ട നടപടികൾ? സുരക്ഷാ നിയമപാലനം, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് വേറെ ചില സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോഴും സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ എന്നും പറഞ്ഞിരുന്നത് അവനവൻ ചെയ്യേണ്ട കാര്യം. ഇതിനകത്ത് അപ്പോഴാണ് നമ്മള് ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2 പെൺപിള്ളേരാണുള്ളത്. ഒരാള് 33 വയസ്സാവുന്നു, ഒരാൾക്ക് 28 വയസ്സാവുന്നു. ഇതില് ഞാൻ ഇവരോട് എന്നും പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതിനകത്ത് ഒന്ന് കെയർഫുൾ ആയിട്ട് ഡ്രസ് ചെയ്യണം. കെയർഫുൾ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന ഈ നിർഭയ കേസിനകത്ത് ഇതൊന്നും ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടുത്തെ സ്ത്രീപക്ഷവാദികൾ സമ്മതിച്ചു തരത്തില്ല. അതായത് ഇപ്പൊ ഡ്രസ്സ്, എന്തുകൊണ്ട് ഡ്രസ്സിന്റെ റിലവൻസ്? ഈ ഡ്രസ്സ് കുഴപ്പമില്ലാത്ത ആർക്കാ? ഏത് ഡ്രസ്സ് ഇട്ടാലും കുഴപ്പമില്ലാത്ത ആർക്കാ? വിവരമുള്ള ബോധമുള്ളവനാണ്. നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ബോധമില്ലാത്തവനാണ്, വിവരമില്ലാത്തവനാണ്, അവൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടുണ്ടോ, ഇങ്ങനെ ഡ്രസ്സ് ഇട്ടാണ് ഇവള് മറ്റേതാണ്. ഇങ്ങനെ ധരിച്ച ഒരുത്തം മതി പ്രശ്നം ഉണ്ടാക്കാൻ. ബാക്കിയുള്ള 99.999 ആളുകളും നല്ലവരാണ്, നിയമം അനുസരിക്കുന്നവരാണ്. സ്ത്രീകൾ ഏത് ഡ്രസ്സ് ഇട്ടാലും അവർക്ക് ഇടാനുള്ള അർഹതയുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഈ കുഴപ്പം പിടിച്ച ഒരുത്തനെ പ്രകോപിപ്പിക്കാൻ ഒരു പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവനെ ശിക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരാൾക്ക് നമ്മൾ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരാൾക്ക് ഇവള് പെശകാണെന്ന് അവന് തോന്നാൻ അവന്റെ കുഴപ്പമായിരിക്കാം, അവന്റെ അപ്ബ്രിങ്ങിങ് ആയിരിക്കാം, അവന്റെ വൃത്തികെട്ട ചിന്താഗതിയായിരിക്കാം, അവന്റെ മനോരോഗമായിരിക്കാം, അവന്റെ ഡ്രഗ്സ് ആയിരിക്കാം. എന്തുകൊണ്ടോ അവന് തോന്നുന്നു. അങ്ങനെയുള്ളവനെയാണല്ലോ അവൻ ഇരയെ തെരഞ്ഞെടുക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു അപകടം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഓരോ സ്ഥലത്തും പോകുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് വളരെ വളരെ റിലവന്റ് ആണ്. ഞാൻ എന്റെ പിള്ളേരുടെ ഞാൻ എന്നും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒന്നത്. രണ്ട്, ഞാൻ ഇപ്പോഴും പറയും, നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് പൊക്കോ. ഇപ്പൊ സ്ത്രീകൾ മാത്രമായിട്ടാണെങ്കിൽ പോകണമെങ്കിൽ കഴിയുമെങ്കിൽ കൂടെയുള്ള ആണുങ്ങളെ കൂടെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് പൊക്കോ. അപ്പൊ ഇത് വളരെ പ്രസക്തമാണ്. ഒരു ആൾബലമുണ്ടെങ്കിൽ, പക്ഷെ അത് ഇവിടെ തെറ്റിപ്പോയി എന്നുള്ളത് അതിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഉദാഹരണത്തിന് ഇളയ മോള് മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ 6 പെൺകുട്ടികളെ സുഹൃത്തുക്കളുണ്ട്, ഞങ്ങൾക്കൊന്ന് ഗോവയിൽ പോകണം. അവള് മാംഗ്ലൂരാണ് പഠിച്ചോണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം, അപ്പൊ ഈ എല്ലാവരും ഇവരെയാണ് എരിവ് വരുന്നത്. ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ, ഞാനാണ് സമ്മതിക്കാനുള്ള സാധ്യത കൂടുതൽ. ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ വീട്ടിൽ പറയും വർഷമുണ്ട് കൂടെ, പ്രശ്നമില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു 10 പേരാണ് ഇപ്പൊ. ഇതായിരുന്നു എന്റെ കണ്ടീഷൻ. ഈ 10 പേരെന്നുള്ളത്
അവസാനം വീണ്ടും ഇവര് പഴയ 6 തന്നെ തിരിച്ചു വന്നു, അത് 5 ഇവര് നിങ്ങളെല്ലാം ചെയ്തു, അവരെല്ലാം ചെയ്തോളാൻ പറഞ്ഞു. ഇവരെല്ലാം ചെയ്യുന്നതിന് ഞാൻ വേറെ ബാക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് എന്റെ കാര്യം. ഞാനൊരു എക്സാമ്പിൾ പറയും. ഗോവയിൽ ചെന്നിറങ്ങുന്ന സമയം 10:30 മണി, രാത്രി 10:30 മണിക്കാണ് ഇവര് 6 പേര് ചെന്നിറങ്ങുന്നത്. 10:30 മണിക്ക് ചെന്നിറങ്ങുമ്പോൾ അവർ ടാക്സി ഒക്കെ അറേഞ്ച് ചെയ്തു. എനിക്കുള്ള കണക്ഷൻ വെച്ചിട്ട് ഞാൻ ഗോവയിൽ ഒരു സ്റ്റാൻഡ് ബൈ വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ ഒരു ടാക്സി ഞാൻ പറഞ്ഞിരുന്നു. എന്റെ റിലവൻസ് ആവുന്നത്. ഇവര് 10:30 എന്ന് പറഞ്ഞാൽ ട്രെയിൻ ലേറ്റ് ആയി. രാത്രി എത്തിയത് 12:30 മണിക്കാണ്. അവിടുന്ന് അവർ 20 മിനിറ്റ് യാത്ര ചെയ്തിട്ട് വേണം, വേറെ സ്ഥലത്താണ് അവരുടെ ഹോട്ടല്. എന്ത് വിശ്വസിച്ച് 6 പെൺകുട്ടികൾ അല്ലെ 5 പെൺകുട്ടികൾ ഒരു ടാക്സിയിൽ രാത്രി 12:30 മണിക്ക് ചെന്ന് കയറും? ഇതൊരു പ്രശ്നമല്ലേ? അതൊരു കുഴപ്പം പിടിച്ച സെറ്റപ്പ് അല്ലേ? ഇവര് ഒരു പക്ഷേ ഇവർക്ക് 12:30, ഈ ട്രെയിൻ 2 മണിക്കൂർ, 10:30 വലിയ കുഴപ്പമില്ല, 12:30 മണിക്ക് എന്നുള്ളത് ഇവർ പ്രതീക്ഷിച്ചില്ല. ട്രെയിൻ ലേറ്റ് ആയി, എന്ത് ചെയ്യും? അപ്പോ എന്റെ സെക്കൻഡ് ബാക്കപ്പ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റി. 20 കിലോമീറ്റർ പോയി ഞാൻ വിളിച്ചു പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ പ്ലാനിങ് പലപ്പോഴും നടക്കണമെന്നില്ല. ഈ അതിന്റെ ബാക്കപ്പ് ഉണ്ടോ, ഇത് കൈകാര്യം ചെയ്യാൻ ഞാൻ ചോദിക്കട്ടെ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് ഇതിനകത്ത് കൂടെ ഒരു അമേരിക്കക്കാരനുണ്ടായിരുന്നു, 2 ആണുങ്ങളുണ്ടായിരുന്നു, 4 പേര് അല്ല 5 പേര്. ഇതിനകത്ത് പിന്നെ കുട്ടിയുടെ, ഈ ഇസ്രായേലി പെൺകുട്ടിയുടെ ഹോം സ്റ്റേയുടെ ഓണറും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ സ്ഥലം പരിചയം ഇല്ലാത്തത് കൊണ്ടാണോ? അവർക്ക് സ്ഥലം പരിചയം ഉണ്ടായിരുന്നു, അവർക്ക് ലോക്കലാണ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. 3 ആണുങ്ങളും കൂടെ ഉണ്ടായിരുന്നു. നരുന്ന് പോലുള്ള 3 നമ്മുടെ ലോക്കൽ ആണുങ്ങളാണ് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനപ്പം നമ്മുടെ എല്ലാ കാൽക്കുലേഷനും തെറ്റിപ്പോയില്ലേ? ഈ അടുത്ത എവിടെ പോകാം എവിടെ പോകണ്ട എന്നുള്ളത് തിരിച്ചറിയണം. ഞാൻ എന്നും എന്റെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പല വേദികളിൽ ഇതുപോലത്തെ സംസാരിക്കാൻ അവസരം കിട്ടിയ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കോ മന്ത്രിക്കോ കൊടുക്കുന്ന സുരക്ഷ പോലെ വേണം നമ്മൾ പെണ്ണുങ്ങൾ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ സുരക്ഷ നോക്കാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവസരം ഉണ്ടാക്കരുത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഒരു മെയിൻ സ്ട്രാറ്റജി, ഒരാൾക്കും അദ്ദേഹത്തെ ആക്രമിക്കാൻ ഒരു അവസരം കൊടുക്കൂല. അവസരങ്ങളാണ് ഒഴിവാക്കി കളയണേ. അപ്പൊ അതാണ് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് എന്ത് ചെയ്യും, എന്ത് പറ്റും എന്നല്ല ചോദിക്കേണ്ടത്. നമ്മൾ കെയർഫുൾ ആയിട്ട് പ്രശ്നത്തിൽ ചെന്ന് ചാടാതിരിക്കുക. അപ്പോ ഈ ആളുണ്ടായാൽ പോലും, ഞാൻ ഇന്ന് അവർക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. ആളുണ്ടായാലും പ്രശ്നമാണ്. 3 തടിമാടന്മാരുണ്ടായിരുന്നു, അതിലൊരുത്തൻ മരിക്കുകയും ചെയ്തു. അതിലൊരുത്തൻ ആരോഗ്യമുള്ള അമേരിക്കക്കാരനായിരുന്നു. അവിടെ 3 ലോക്കലായിട്ടുള്ള നമ്മുടെ ആളുകൾ പോയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇനി അടുത്ത എന്താണ് പ്രശ്നം? ഇവരെന്താ ചെയ്തത്? ഒരു കനാലിന്റെ സൈഡിൽ, ഇപ്പൊ ഈ ഹംപി വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, പക്ഷെ ഹംപിയുടെ സൈഡിലുള്ള ഒരു കനാലും അവിടെ ലൈറ്റ് ഇല്ല, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്, വിളിച്ച ആരും കേൾക്കൂല. ഇവര് പോയത് നല്ല ഉദ്ദേശമാണ്, ശല്യമില്ലാത്ത ഒരു സ്ഥലം, പക്ഷെ ഒരു ഐസൊലേറ്റഡ് ഏരിയയിലാണ് പോയത്, അവിടെ ചെന്ന് പെട്ടുപോയി. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ചെയ്യണം. അടുത്തൊരു പ്രധാനപ്പെട്ടതാണ് റേപ്പുകളുടെ ഒരു പ്രധാന കാരണം ഒറ്റപ്പെട്ട ഗസ്റ്റ് ഹൗസുകൾ, റിമോട്ട് ഏരിയകൾ, റിസോർട്ടുകൾ, വേറെ ആരും ഇല്ലാത്ത സ്ഥലങ്ങൾ, ഹോം സ്റ്റേകള് അപകടമാണ്. സൂക്ഷിച്ചു വേണം പോവാൻ. 2, അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഡ്രിങ്ക്സ് ഉണ്ടാവും, അല്ലാത്ത പാർട്ടികൾ ഉണ്ടാവും, ഡ്രിങ്ക്സ് അല്ലാത്ത പാർട്ടികൾ ഉണ്ടാവും. ഒരു കാരണവശാലും, ഞാൻ എന്റെ പിള്ളേരടുത്ത് പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ കഴിക്കുന്ന ഡ്രിങ്ക് തറയിൽ വയ്ക്കുകയോ, അതിപ്പം ഏത് സാധനമായാലും, ഇതിനകത്ത് ആൽക്കഹോൾ ആണോ അല്ലേ എന്നുള്ള പ്രശ്നം, നിങ്ങൾക്ക് ഒരാളും ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ പാടില്ല. നിങ്ങൾ പോയി എടുക്കണം. ഇതിനകത്ത് എന്ത് സാധനം ചേർക്കുമെന്ന് ആർക്കറിയാം? അപ്പൊ ആ ഡ്രിങ്ക് ഒരു കാരണവശാലും തറയിൽ വയ്ക്കാൻ പാടില്ല. ഇതിനകത്ത് ആൽക്കഹോൾ ഡ്രിങ്ക് ആണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല ആളുകൾ. ആൽക്കഹോൾ ഡ്രിങ്ക് ആവണമെന്നില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ വളരെ 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 കെയർഫുൾ. നമ്മൾ ആരുടെ കൂടാണ് പോണേ, എങ്ങനെയാണ് പോണേ, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വേറെ ആർക്കെങ്കിലും അറിയാമോ? നമ്മൾ അവരെ ഇടയ്ക്ക് നമ്മളൊന്ന് വിളിച്ചൊരു ഫീഡ്ബാക്ക് തരുന്നുണ്ടോ? ഇതെല്ലാം ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ പെൺകുട്ടികൾ മനസ്സിൽ ചുമ്മാതെ തർക്കിച്ചത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും, അവന്റെ കണ്ണിനാണ് കുഴപ്പം, അവന്റെ മനസ്സിനാണ് കുഴപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ലോകത്ത്. ഒരുത്തൻ മതി കുഴപ്പമുള്ള, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ലോകത്തുള്ള 99.9 എല്ലാവരും ശരിയാണെങ്കിൽ, ഒരുത്തൻ കുഴപ്പമാണെങ്കിൽ പ്രശ്നമായില്ലേ? പിന്നെ നമുക്ക് അവനെ പിടിച്ച് അകത്തിടാനല്ലേ പറ്റുള്ളൂ. നമുക്ക് സംഭവിക്കാനുള്ള സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് എക്സ്ട്രീമിലി കെയർഫുൾ. അടുത്തൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ സ്ത്രീകള്, അത് പുരുഷന്മാരായാലും ശരി, നമുക്ക് വേണ്ടി വന്നാൽ ബേസിക് മിനിമം സെൽഫ് ഡിഫൻസ് ടെക്നിക്കുകൾ അറിഞ്ഞിരിക്കണം. ഒരുത്തൻ റേപ്പ് ചെയ്യാൻ വരികയാണെങ്കിൽ അവനെ അടുത്ത് കിട്ടും നമുക്ക്, അല്ലേ? അവനെ മാരകമായിട്ട് വേണ്ടി വന്നാൽ മാരകമായിട്ട് വെറും കൈ കൊണ്ട് പരിക്കേൽപ്പിക്കാനുള്ള കപ്പാസിറ്റി സ്ത്രീകൾക്ക് അത്യാവശ്യമായിട്ട് വേണമെന്നാണ് എന്റെ അഭിപ്രായം. അതായത് നമ്മൾ എപ്പോഴും ആരെയും ഉപദ്രവിക്കാനൊന്നുമല്ല, തീരെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വന്നാൽ അതിന് ടെക്നിക്കുകൾ ഉണ്ട്, അത് പഠിക്കണം. ഈ സ്ത്രീകള്
ആണുങ്ങളും പഠിക്കണം എന്ന് വെച്ചാൽ നമ്മളെയും വരാമല്ലോ, ആർക്കും വേണമെങ്കിലും വരാമല്ലോ. അപ്പൊ ഇങ്ങനത്തെ നമ്മൾ ആരെയും ശല്യം ചെയ്യാനൊന്നുമല്ല. പക്ഷെ ഒരു ഗതികെട്ട സിറ്റുവേഷനിൽ ഒരുത്തൻ നമ്മുടെ അടുത്ത് വന്നാൽ അവനെ ഇന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഇമ്മൊബിലൈസ് ചെയ്യാൻ പറ്റിയ ടെക്നിക്കുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇറങ്ങി നടക്കാൻ. അപ്പൊ അതായത് അവരവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അവരവർക്ക് കഴിയുമെന്ന് 100%. അപ്പൊ പോലും ഞാൻ ഇപ്പോഴും ഈ കേസ് പ്രസക്തമാണ്. 3 ആണുങ്ങൾ 5 പേര്, അവർക്ക് കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും പറ്റാം. ഒരു കയ്യിൽ ഒരു കത്തിയുള്ള വന്നാൽ മതി, പ്രശ്നമായി. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് അവരവരുടെ സുരക്ഷ ആദ്യം നോക്കണം. സർക്കാർ ചെയ്യാനുള്ളതും പോലീസ് ചെയ്യാനുള്ളതും ഡ്രഗും വയലൻസും ഒക്കെ അവിടെ വേറെ ഇരുന്നോട്ടെ, അവരവരുടെ കാര്യം നോക്കണം. ഇത് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിരുന്നതാണ്. അത് തന്നെയാണ് എനിക്ക് ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയാം. ഈ ഒരു സാധനം ഞാൻ ഒരിക്കലും സാറിന് വീഡിയോ ഒന്നും ആരോട് ഷെയർ ചെയ്യാനൊന്നും പറയില്ല. പക്ഷെ ഈ ഒരു കാര്യം പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. ഇതുവരെ ഒരാൾ ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. ഒരു മീഡിയയിൽ പോലും ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് കേട്ടിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് എല്ലാവരും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്, അറിയേണ്ട കാര്യമാണ്. താങ്ക് യു സോ മച്ച്.